അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. എങ്ങനെയുണ്ട് പടം? 160 രൂപ വെറുതെ പോയി. മലങ്കൾട്ടിന് മേലെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പോട്ടെന്ന് നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ, നല്ല കളർഫുൾ ആയിട്ടില്ലേ. ஃபர்ஸ்ட் லுக் நல்லா இருக்கு, ட்ரெய்லர் நல்லா இருக்குன்னு கூட்டு வந்தானே. நான் தான் சொன்னனே நல்லா இருக்காது. കാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കാട്ടവരാത എന്റെ ചങ്കിലാ കൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ കാക്ക ഷോക്കടിച്ച പോലത്തെ ഒരു വിഗും ചാക്കവള്ളി ഫെവിക്കോളിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ താടിയും. എന്റെ ദൈവമേ, ഇത്രയും നാറിയ ഒരു പടം. എന്റെ മനോജി ഒരാപത്തുള്ളപ്പോ ആരുമില്ലാട്ടോ. തൊലി പൊളിഞ്ഞാൽ എന്താടി, എന്റെ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ. ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. കാട്ടവരാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കൾട്ട് കാട്ടവരാതം. എന്റെ ശിവനെ എന്ന് വിളിച്ചു പോയി പടം കണ്ടപ്പോഴും. മലങ്കൾട്ടായിട്ട് ഇങ്ങനെ കാണോ? അത് വേറെ വഴിയില്ല. OTT ഇറങ്ങട്ടെ, നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. OTT ഇറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം. മുകേഷ് കുമാർ സിംഗ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ പണി ആ ഖത്തം കറലു മത്ത് അഭി മത്ത് സിനിമ എടുക്കൽ. ഓക്കെ, ആമാശത്തിൽ കയറി വെടി വെക്കല്ലേ എന്റെ പൊന്നു കള്ളപ്പാ. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു ഒലക്കി ഇതിനകത്തില്ല. പ്രഭാസിനൊക്കെ സത്യം പറയാം, കാശ് കിട്ടിയ എന്ത് ചണ്ടിയും ചപ്പും ചെയ്യുന്നാണോ? പ്രഭാസ്ലു മത്ത് കർലു. വനത്തെ കന്യായില്ലേ? ആദിപുരുഷനെ റെസ്റ്റ് ചെയ്യാം. ഇനി കുറച്ചു കാലം കണ്ണപ്പ ഭരിക്കും. ഇത് പക്ക കണ്ണപ്പയല്ല, ഇത് വേറൊരു പേര് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലൻ ജോസ് പെരേരയുടെ ഷോർട്ട് ഫിലിം ഇല്ലേ, അതിന് ഇതിനും നിലവാരമുണ്ട്. അഭിനയിക്കാൻ പാടില്ലെന്ന് എന്റെ ഒരു ഒപ്പീനിയനാണ്. ഞാൻ കാല് പിടിച്ചു പറയണം ലാലേട്ടനോട്. മറ്റൊരു വഴിയും കാണാത്തോണ്ട് ആലോചിച്ചു പോയതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ജീവൻ കളയാനല്ല, കരി കളയാൻ.